ഓൾമോസ്റ്റ് 3 lakhs കൊടുത്തിട്ട് ഏവിയേഷൻ പഠിച്ച ഒരാളാണ് ഞാൻ. ഇപ്പൊ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ കമന്റ്സ് ഒന്നും കാണുന്നില്ല. വെറുതെ എന്തിനാ ആൾക്കാർക്ക് ഫോൾസ് ഹോപ്പ് കൊടുത്ത് അവരുടെ പൈസ മൊത്തം എടുക്കും. വൈ ദീസ് പീപ്പിൾ ആർ ഹൈഡിങ് ദ റിയാലിറ്റി? ഹായ്, മൈ നെയിം ഈസ് ആരതി ആൻഡ് ഐ എം എ ക്യാബിൻ ക്രൂ. നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ക്യാബിൻ ക്രൂ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പക്ഷേ ഞാൻ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തീരുമാനിച്ചൊരു കാര്യമാണ്, ഞാൻ ഒരിക്കലും ഒരു ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെയും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം. അതിന്റെ റീസൺ, ഓൾമോസ്റ്റ് 3 lakhs കൊടുത്തിട്ട് ഏവിയേഷൻ പഠിച്ച ഒരാളാണ് ഞാൻ. എന്നിട്ട് എനിക്ക് ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വെറും 0 ആണ്. സെക്കൻഡ് തിങ്, ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടി ഒരു ഏവിയേഷൻ കോഴ്സും പഠിക്കേണ്ട എന്ന തിരിച്ചറിവ്. തേർഡ് തിങ്, ഇതിന്റെ ഹൈ ഫീ സ്ട്രക്ചർ. And as a cabin crew, I know interviews ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത്. എനിക്കറിയാം that this aviation thing is just a waste of money and your time. പക്ഷേ ഇതൊന്നുമല്ല പ്രോബ്ലം. റീസെന്റ്, അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ, ഒരു ഫേമസ് മലയാളി ഇൻഫ്ലുവൻസർ ഒരു സർട്ടൻ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. വിച്ച് ഈസ് ഓക്കെ, ലൈക്ക് ആളുടെ അക്കൗണ്ട് ആണ്, ആളുടെ ഇഷ്ടമാണ്, ആൾക്ക് പൈസ ഇട്ടുന്ന കാര്യമാണ്, ഫെയർ എനഫ്. ഇതിൽ എന്നെ കൺസേൺ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിൻ്റെ അകത്തൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാനും പിന്നെ എന്റെ ഫ്രണ്ട് കല്ലും, നിങ്ങൾക്ക് അറിയായിരിക്കും, ആളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വിച്ച് ഈസ് ലൈക്ക് അതിനെ അത്ര എൻകറേജ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കമന്റ് ആയിരുന്നു ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഈ കോഴ്സിന്റെ ഒക്കെ റിയാലിറ്റി അറിയുന്ന കുറച്ച് പേരും കുറച്ച് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതത് നോക്കിക്കഴിഞ്ഞാൽ ആ കമന്റ്സ് ഒന്നും കാണുന്നില്ല. ആളെ കൊണ്ട് പറ്റാവുന്ന നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ആൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അഗൈൻ ഞാൻ പറയുന്നു, ഡിലീറ്റ് ചെയ്യണോ ഡിലീറ്റ് ചെയ്യേണ്ട എന്നൊക്കെയുള്ള ആളുടെ ഇഷ്ടമാണ്. പക്ഷെ എന്റെ കൺസേൺ എന്താന്ന് വെച്ചാൽ, ഇതിന്റെ അകത്ത് റിയാലിറ്റി പറയുന്ന ആൾക്കാർ, അല്ല അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ, മോർ ഓവർ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇതിനെ പറ്റി പറയുമ്പോൾ എന്തിനാണ് അത് ഡിലീറ്റ് ചെയ്ത് റിയാലിറ്റി ഹൈഡ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഏവിയേഷൻ കോഴ്സ് ഒരിക്കലും എടുക്കരുത്, നിങ്ങൾ എന്ത് കാരണവശാലും അത് എടുക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ട്, നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ആർ ഗുഡ് ടു ഗോ. പക്ഷേ ഒരു ക്യാബിൻ ക്രൂ ആവാനോ അല്ല ഒരു ഏവിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാനോ ഇങ്ങനെ ഒരു ഏവിയേഷൻ കോഴ്സ് ആവശ്യമുണ്ടോ, ഇത് മാൻഡേറ്ററി ആണോ എന്ന് ചോദിക്കുന്നവരോട് മാത്രമാണ് ഞാൻ വേണ്ട എന്ന് പറയാറുള്ളൂ. ആൻഡ് ഓൾസോ ഈ ഒരു ഇൻഫ്ലുവൻസർ വീഡിയോ കണ്ടറിയാം, ഇതിനെപ്പറ്റി ആൾക്ക് ഒരു ഐഡിയ ഇല്ല. ആൻഡ് ആളെന്നെ പറഞ്ഞിട്ടുണ്ട്, ആൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടി പഠിച്ചതാണ്. പക്ഷേ ഹൈറ്റ് ഇഷ്യൂസ് കാരണം ആൾക്കത് ആളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. എന്റെ ക്വസ്റ്റ്യൻ, ഈ കുട്ടി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെ ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടിയിട്ട് ഹൈറ്റ് ക്രൈറ്റീരിയാസ് ഉണ്ട്, അല്ല ഹൈറ്റ് റിക്വയർമെന്റ്സ് ഉണ്ട് എന്ന് എന്തുകൊണ്ടാണ് ഈ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല അടുത്ത ആൾക്കാർ ഈ കുട്ടീനോട് പറഞ്ഞു കൊടുക്കാത്തത്? ഇതുപോലെ എത്ര കുട്ടികളാണ് ഒന്നും അറിയാതെ ഇതുപോലെ ലക്ഷങ്ങൾ കൊടുത്ത് ജോയിൻ ചെയ്ത് ലാസ്റ്റ് മൊമെന്റിൽ റിയാലിറ്റി മനസ്സിലാക്കുന്നത്. ആൻഡ് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദിസ് വൺ പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഐ എം ടോക്കിംഗ് അബൌട്ട് ഓൾ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ബിക്കോസ് everywhere this is happening. Why these people are hiding the reality? വെറുതെ എന്തിനാ ആൾക്കാർക്ക് ഫോൾസ് ഹോപ്പ് കൊടുത്ത് അവരുടെ പൈസ മൊത്തം എടുത്തിരിക്കണോ? ചിലപ്പോൾ കടം വാങ്ങിച്ചിട്ടൊക്കെ ആയിരിക്കും ഓരോ കോഴ്സ് ഒക്കെ എടുക്കുന്നത്. എനിക്ക് അങ്ങനെ പേഴ്സണലി അറിയുന്ന കുറെ ആൾക്കാരെ അറിയാം. എനിക്ക് എന്തോരം മെസ്സേജസ് ആണെന്ന് പറയാൻ വരാറ് ഈ ഏവിയേഷൻ കോഴ്സ് എടുത്ത് പെട്ടുപോയിട്ടുള്ള ആൾക്കാർ. ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കോഴ്സ് എടുക്കോ എടുക്കാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് പൈസ ഉണ്ടോ, അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. പക്ഷേ റീൽ അല്ല റിയാലിറ്റി. അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ.